ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ്. ഡ്രസ്സ് എന്തെങ്കിലും ചുളുങ്ങിയിരിക്കുന്നതെന്ന് വിചാരിക്കണ്ട, അത് അങ്ങനെ തന്നെ കളറാണ്, അങ്ങനെ തന്നെ ഡ്രസ്സാണ് കേട്ടോ, കളറല്ല. പിന്നെ നമ്മൾ 2 BB ക്രീം, ഒന്ന് BB ക്രീം, രണ്ടും BB ക്രീമാണ് ഗൈസ്. അപ്പോൾ രണ്ടും മിക്സ് ആക്കുന്നതാണ് നല്ലൊരു ഇത്. അപ്പം ഇത് കറുപ്പടിക്കുന്നതും മറ്റേത് വെളുപ്പടിക്കുന്നതാണ്. മറ്റേത് നല്ല നേരത്തെ ഒന്ന് അപ്ലൈ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റിയില്ല. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാകുമ്പോൾ ഒരു നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. അപ്പം എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ അപ്ലൈ ചെയ്താൽ പിന്നെ അപ്പർ സൈഡ് പോവും, അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. എല്ലായിടത്തും നല്ല സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത്, പിന്നെ അതൊക്കെ ബ്ലെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നല്ല പാങ്ങ് ബ്ലെൻഡൊക്കെ ചെയ്തിട്ടായിട്ട് പൗഡർ ഇട്ടു. പൗഡർ നല്ല പാങ്ങ് പൗഡർ ഇതിട്ടിട്ട് എന്തായാലും ഇടണം. വൈന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയില്ല, അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പൗഡർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐ ഷാഡോ ഇടുന്നതാണ്. ഇതെൻ്റെ ന്യൂ പാലറ്റാണ് ഗൈസ്. അപ്പം ന്യൂ പാലറ്റ് ആയതുകൊണ്ട് അന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വീണ് ഒന്ന് പൊട്ടി ഗൈസ്. പിന്നെ ആ പാലറ്റിൽ നിന്ന് ഞാൻ ഒരു വൈറ്റ് ഷെയ്ഡും ഒരു ഗ്ലിറ്റർ ആയിട്ടുള്ളതാണ് ഇടുന്നത്. ഗ്ലിറ്ററലി ആയിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ വന്നു, ഫ്രണ്ടല്ല. പിന്നെ നമ്മൾ മസ്കാര ഇടുന്നുണ്ടായിരുന്നു. മസ്കാര എൻ്റെ ബ്രാൻഡൊക്കെ മറന്നുപോയി ഗൈസ്. ആ ബ്രാൻഡൊക്കെ പറയാൻ വിട്ടുപോയി ഗൈസ്, ഞാൻ ഇനി നോക്കി പറയാം ഗൈസ്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഈ ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഗൈസ്. നല്ലൊരു ഷെയ്ഡാണ് അതിൻ്റെ. പിന്നെ ആ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടായിട്ട് എൻ്റെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.